പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധൻ സ്വർഗ്ഗസ്ഥനായ അങ്ങയുടെ
ജീവനെ അനുദിനം പരിപാലിക്കുന്നവരുമാകുന്നു. ഞാൻ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായിലേക്കും പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊക്കെ വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലതിനെയും നാഥായിലേക്കും. എന്റെ സഹോദരരെ, വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 2:1 മുതലുള്ള തിരുവചനങ്ങൾ എഫേസ്യസുള്ള സഭയുടെ ദൂതനെ എഴുതുക. വലതു കൈയിൽ 7 നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് 7 സ്വർണ്ണ ദീപപീഠങ്ങൾ മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായി ഉറച്ചു നിൽക്കും. ദുഷ്ടനുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പസ്തോലന്മാരെ നൽകുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. തീർച്ചയായും ക്ഷമാപൂർവ്വം പിടിച്ചു നിൽക്കത്തക്ക കഴിവ് നിനക്കുണ്ട്. എന്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല. എങ്കിലും നിനക്കെതിരെ എനിക്ക് പറയാനുണ്ട്. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. എന്നാൽ നിനക്ക് ഈ ഗുണമുണ്ട്: നിക്കോളോസ് പക്ഷക്കാരുടെ ചെയ്തികൾ നീ വെറുക്കുന്നു, അവ ഞാനും വെറുക്കുന്നു. ആത്മാവ് സഭകളോട് ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവരും ദൈവത്തിന്റെ പരദേശയായുള്ള ദീപവൃക്ഷത്തിലും ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. പരിശുദ്ധ സുവിശേഷം 2-ാം മുതലുള്ള തിരുവചനങ്ങൾ. സുവിശേഷത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുകയാണ്. നസ്രത്തിലെ തിരുകുടുംബം ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കൃത്യമായി പാലിച്ച കുടുംബമാണ്. യേശുവിനോടുള്ള ജെറുസലേം ദേവാലയം ചെയ്യേണ്ട എല്ലാ കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്ന നസ്രത്തിലെ തിരുകുടുംബം. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയോട് ശിമിയോൻ പ്രവചിക്കുന്നത് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്നതാണ്. പരിശുദ്ധ അമ്മ സഹരക്ഷകയായിരുന്നു, യേശുവിന്റെ അമ്മയായിരുന്നു. എന്തെങ്കിലും ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയവളാണ് പരിശുദ്ധ അമ്മ. 7 വ്യാകുലങ്ങളാൽ ആ പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തെ സഹരക്ഷകയായി മാറ്റുകയായിരുന്നു.
പ്രസവത്തിന് ശേഷം ശിശുവിനെ കൊണ്ടുള്ള പാലായനം, ശിവയോന്റെ പ്രവചനം, ഈശോയെ കാണാതാകുന്നത്, ഈശോയുടെ പീഡാസഹനം, ഈശോയുടെ മരണം, ക്രൂശുമരണം, ഈശോയുടെ മരണം, ഇതെല്ലാം 7 വ്യാകുലങ്ങളിൽ പെടുന്നതാണ്. പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ ജീവിതത്തിലെയും നിയോഗങ്ങളും ആവശ്യങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക, ദൈവേഷ്ടത്തിനനുസരിച്ച് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, നസ്രത്തിലെ തിരുക്കുടുംബം ദൈവത്തിന്റെ പ്രമാണങ്ങളും കൽപ്പനകളും പാലിച്ചപ്പോൾ അവരുടെ മകൻ ദൈവഹിതത്തിനനുസരിച്ച് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് വളരുകയാണ്. നമ്മുടെ ജീവിതവും കുടുംബവും അപ്രകാരമായിരിക്കുവാൻ നമുക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ച് വചനം. ജെറുസലേമിൽ ശിമിയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവരുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ അഭിഷേകത്തിനെ കാണുന്നതുവരെ മരിക്കുകയിലായ പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുവന്നു. ശിമിയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവ് അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്നാൽ സകല ജനതകൾക്ക് വേണ്ടി അത് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇത് വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന് മഹിമയും ആണ്. അവനെ കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവന്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിവൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവരുടെ അമ്മയായ ഭാര്യയോട് പറഞ്ഞു, ഇവൻ ഇസ്രായേൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകന്റെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു വളരെ കയറുകയും ചെയ്യും. ഫനുവേലിന്റെ പുത്രിയും ആശയം വംശീയമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. അവൾ കന്യാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവർ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കർത്താവിന്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലായിലെ നസ്രത്തിലേക്ക് മടങ്ങി. ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ദൈവത്തിന്റെ കൃപ അവന്റെ മേലുണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അപേക്ഷിക്കാം. ലോകമാടുള്ള എല്ലാ വൈദ്യുതിയെയും ചിന്തത്തിലെയും പരിശുദ്ധാത്മാവിന്റെ അപേക്ഷകത്താൻ നിറച്ച് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള കൃപാവരം നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇടയിലുള്ള 3 ഇടങ്ങളിലും സേവനം ചെയ്യുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും സമർപ്പിക്കുന്നു. അവർ ചെയ്യുന്ന സേവനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വിധിയുടെ ഫലമായി ദൈവപ്രകാരം സേവനം ചെയ്യുവാനുള്ള നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നല്ലവരെയാണെന്ന് നടിച്ചതായി ഈശോയെ ഞങ്ങളുടെ പേരിലെ ഇടവക നയിക്കുന്ന വിജയത്തിനെയും മറ്റെല്ലാ വൈദികരെയും ദൈവസംരക്ഷണത്തിൽ കാത്ത് എല്ലാ പരിസ്ഥിതികളെയും അതിജീവിക്കാനുള്ള ശക്തി ധൈര്യവും കൃപയും നൽകിയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ വൃദ്ധരായ വൈദികരെയും സന്യസ്തരെയും അങ്ങയുടെ സംരക്ഷണത്തിൽ ആരോഗ്യവും ശക്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആഗോള സഭയുടെ തലവനും പിതാവുമായ മാർദൈവ 14-ാം പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ പത്രാപുരത്തായി, ഞങ്ങളുടെ അത്ഭുത മെട്രോപൊളിറ്റൻ വികാരി മാർ ജോസഫ് പാമ്പ്ലാനി പത്രാപുരത്തായി, മറ്റെല്ലാ പ്രധാനന്മാരെയും ആത്മീയ നൽകാതെ നൽകി ദൈവജനത്തെ നയിക്കുന്ന
കർത്താവേ, നമ്മുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കുക. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാപം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങൾ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിലെയും നാഥനായ തന്റെ വാസമുദ്രത്തിൽ നമ്മുടെ കരങ്ങളുടെയും പാപങ്ങളുടെയും കഴികളെ നമ്മുടെ പാപങ്ങളുടെ ഭാരം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. സമർപ്പിക്കാം. ഇദ്ദേഹത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതായ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അവരുടെ യോഗങ്ങളിലേക്ക് സമർപ്പിക്കാം. അങ്ങയുടെ ആദ്യമായ ബുദ്ധി എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അനുഗ്രഹാനുഭവത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാനത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകമുള്ളവരെ അങ്ങ് സമർപ്പിക്കുന്നതായി അവിടുത്തെ സംപ്രീതമാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരത്താവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു.
വിശുദ്ധന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്തു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുക. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദരിദ്രരും പേരിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന്
അങ്ങനെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവാഹിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധ്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങനെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. വിശ്വസിഹായ തിരുനാമത്തിന് സ്തുതിയും നാഥാവിന് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവനായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ശിവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെയും മറിമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെയും നമുക്ക് എല്ലാവർക്കും പരസ്പരത്തോടെ സമീപിക്കാം. അനുതാപത്തോടെയും ശരണത്തോടെയും അഭ്യാസങ്ങൾ തെരഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പ്രസിദ്ധീകരിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും അവസരത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. വിടുതലും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ സാക്ഷി ശുദ്ധീകരിക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ,
പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലോട്ട് വഴിയിലാക്കാതെ എന്നേക്കും സ്തുതി. ആമേൻ. നമ്മെ ജീവിക്കുന്ന കർത്താവേ, ശുശ്രൂഷിക്കാനും പാവനും അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായ ശരീരവും രക്തവും ജീവനും ജീവിക്കാൻ കാരണം തീരയുമ്പോൾ തോളം
ഘടകങ്ങളുടെ മോചനത്തിനായ കാരുണ്യവും ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തെയും നാഥായിലേക്കും പ്രത്യാശയായ മിശിഹായി സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി താനും വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായിലേക്കും വിശ്വാസത്തിൻ പൂർണ്ണതയിൽ ദൈവപിതാവിനെ വാഴ്ത്തിടാം. നൽകി കന്യ മറിയത്തെ തൻ പ്രിയ സുതനികമാവാൻ കുരിശിൻ സവിധേ നിൽക്കുമ്പോൾ നരവംശത്തിനു പാതാവാൻ മിശിഹാനാഥൻ നൽകുകയാൽ അൻപോടു കന്യാമറിയത്തെ. ഭൂപാതൻ സഹവാസത്താൽ കൃപയാൽ കന്യകപൂരിതയാൽ അവളോടൊപ്പം സ്ത്രീത്വത്തിൻ സ്തുതിഗീതങ്ങൾ പാടിനാം. ജീവനെഴും തിരുസീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. രക്ഷിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്തുതി. അങ്ങേ ചെയ്ത കുർബാന